ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഫൈൻഡ് ദി കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ക്യൂ ഇസഡ് യൂസിങ് ചാർപിറ്റ്സ് മെത്തേഡ്. ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, നോൺ ലീനിയർ പി ഡി ആണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കണം ബൈ യൂസിങ് ചാർപിറ്റ്സ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ചാർപിറ്റ്സ് മെത്തേഡിൽ ചെയ്യുന്നത് എന്തായിരുന്നു? ആദ്യം ഓക്സിലറി ഇക്വേഷൻ, ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് എഫിനോട് ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനോട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള വേറൊരു പി ഡി കണ്ടുപിടിക്കും. എന്നിട്ട് കോമ്പാറ്റബിൾ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്ന ആ മെത്തേഡിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ക്യൂ ഇസഡ്. അപ്പോൾ നമ്മളത് എഴുതി, ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് ക്യൂ ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എഫ് ആയിട്ട് എടുത്തു. ഇക്വേഷൻ 1 എഫ് എന്ന് പറയുന്നത് ഏതാ? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് ക്യൂ ഇസഡ് എന്നുള്ളതാണ് എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻസ് നോക്കുവാണ്. ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡി എക്സ് ബൈ എഫ് പി ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ എഫ് ക്യൂ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ ഈക്വൽ ടു ഡി പി ബൈ മൈനസ് ഓഫ് എഫ് എക്സ് പ്ലസ് പി എഫ് ഇസഡ് ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് ഓഫ് എഫ് വൈ പ്ലസ് ക്യൂ എഫ് ഇസഡ്. അപ്പോൾ ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഇവിടെ എഫ് പി എന്ന് പറയുന്നത് എന്ത് വരും? 2p ഇൻറ്റു വൈ വരും. അപ്പോൾ ഡി എക്സ് ബൈ 2p വൈ ഈക്വൽ ടു ഡി വൈ ബൈ എഫ് ക്യൂ എന്ന് പറയുമ്പോൾ 2q ഇൻറ്റു വൈ മൈനസ് ഇസഡ് വരും. ഇപ്പോൾ 2q ഇൻറ്റു വൈ മൈനസ് ഇസഡ് വന്നു ഈക്വൽ ടു ഡി ഇസഡ് ബൈ പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ. അപ്പോൾ പി ഇൻറ്റു 2p വൈ ദാറ്റ് ഈസ് 2p സ്ക്വയർ വൈ പ്ലസ് ക്യൂ ഇൻറ്റു ഇത് വരും, അതായത് 2q സ്ക്വയർ വൈ മൈനസ് ക്യൂ ഇസഡ് ഈക്വൽ ടു ഡി പി ബൈ മൈനസ് ഓഫ് എഫ് എക്സ് പ്ലസ് പി എഫ് ഇസഡ്. എഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സിൻ്റെ കമ്പോണൻസ് ഒന്നും ഇല്ല. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് 0 വരും. അപ്പോൾ മൈനസ് ഓഫ് 0 പ്ലസ് ദെൻ പി ഇൻറ്റു എഫ് ഇസഡ്. അപ്പോൾ പി ഇൻറ്റു എഫ് ഇസഡ് എന്ന് പറയുന്നത് മൈനസ് ക്യൂ വരും. അപ്പോൾ പി ഇൻറ്റു മൈനസ് ക്യൂ ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് ഓഫ് എഫ് വൈ പ്ലസ് ക്യൂ എഫ് ഇസഡ്. അപ്പോൾ എഫ് വൈ ചെയ്യുമ്പോൾ എന്ത് വരിക? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പോൾ മൈനസ് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ക്യൂ ഇൻറ്റു എഫ് ഇസഡ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ക്യൂ അങ്ങനെ ഇട്ടു ഇൻറ്റു എഫ് ഇസഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് ക്യൂ വരും. അപ്പോൾ ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ ദാറ്റ് ഈസ് ഡി എക്സ് ബൈ 2p വൈ ഈക്വൽ ടു ഡി വൈ ബൈ 2q വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഇവിടെ 2q. ഇവിടെ നമുക്ക് ഇക്വേഷൻ എഫ് എന്ന് പറയുന്നത് എന്താ? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു വൈ മൈനസ് ക്യൂ ഇസഡ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് ഇതിന് എഴുതാൻ വല്ലേ 2 ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് ക്യൂ ഇസഡ് ആയി കിടക്കുന്നത്. അപ്പം പി സ്ക്വയർ 2 ഇൻറ്റു അതായത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് പറയുന്നത് ക്യൂ ഇസഡ്. ഇവിടെ നോക്കിയാൽ 2 ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ ആയി കിടക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു എന്ത് വരും? ക്യൂ ഇസഡ് വരും. അപ്പോൾ 2 ക്യൂ ഇസഡ് മൈനസ് ക്യൂ ഇസഡ് വരും. അതായത് ഈ രണ്ട് ടേംസിനെ നമുക്ക് ക്ലബ് ചെയ്തിട്ട് 2 ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് എഴുതാം. ഇനി പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഇക്വേഷൻ 1 നമുക്ക് ക്യൂ ഇസഡ് കിട്ടും. അപ്പോൾ ഇത് 2 ക്യൂ ഇസഡ് കിട്ടും. അപ്പോൾ 2 ക്യൂ ഇസഡ് മൈനസ് ക്യൂ ഇസഡ് വരും ഈക്വൽ ടു ഡി പി ബൈ ഇവിടെ മൈനസ് ഓഫ് പി ഇൻറ്റു മൈനസ് ക്യൂ ദാറ്റ് ഇസ് പ്ലസ് പി ക്യൂ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഇവിടെ പി സ്ക്വയർ ഉണ്ട് പ്ലസ് ക്യൂ സ്ക്വയർ, ഇവിടെ ഒരു മൈനസ് ക്യൂ സ്ക്വയർ വരും, ക്യൂ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ഡി ക്യൂ ബൈ മൈനസ് പി സ്ക്വയർ വരും. നമുക്ക് കിട്ടിയത് ഡി എക്സ് ബൈ 2p വൈ ഈക്വൽ ടു ഡി വൈ ബൈ 2q വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഇവിടെ 2q ഇസഡ് മൈനസ് ക്യൂ ഇസഡിന് നമുക്ക് ക്യൂ ഇസഡ് എന്ന് എഴുതാം. അപ്പോൾ ഡി ഇസഡ് ബൈ ക്യൂ ഇസഡ് ഈക്വൽ ടു ഡി പി ബൈ പി ക്യൂ ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് പി സ്ക്വയർ എന്ന് വന്നു. ഇനി നമ്മൾ ഈ ഓക്സിലറി ഇക്വേഷൻസ് വെച്ചിട്ട് വേറൊരു നോൺ ലീനിയർ പി ഡി നമ്മൾ ഫോം ചെയ്യാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ ദി ലാസ്റ്റ് ഇക്വേഷൻ ഏതാ? ഡി പി ബൈ പി ക്യൂ ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് പി സ്ക്വയർ. അപ്പോൾ അവിടെ നമുക്ക് പി കട്ട് ചെയ്ത് കളയുമ്പോൾ ഡി പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് പി ഡി പി പ്ലസ് ക്യൂ ഡി ക്യൂ ഈക്വൽ ടു 0 എന്ന് വന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? പി ഡി പിയുടെ ഇൻറ്റഗ്രൽ പി സ്ക്വയർ, ക്യൂ ഡി ക്യൂവിൻ്റെ ഇൻറ്റഗ്രൽ ക്യൂ സ്ക്വയർ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് എ സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് നോൺ ലീനിയർ പി ഡി എന്ന് പറയുന്നത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ളതാണ് സെക്കൻഡ് നോൺ ലീനിയർ പി ഡി എന്ന് പറയുന്നത്. ഇനി ഇക്വേഷൻ 2 നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഇക്വേഷൻ 1 പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ ആ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് പകരം നമുക്ക് ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് എ സ്ക്വയർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഏതാ? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് ക്യൂ ഇസഡ് ഈക്വൽ ടു 0. അതായത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു ക്യൂ ഇസഡ് എന്നുള്ളതാണ് ഇക്വേഷൻ 1. അപ്പോൾ അവിടെ നമ്മൾ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് പകരം എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു ക്യൂ ഇസഡ് എന്ന് വരും. ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ വൈ ബൈ ഇസഡ്. ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ളത് സെക്കൻഡ് പി ഡി. ഫസ്റ്റ് പി ഡി ഏതായിരുന്നു? എഫ് ആയിട്ട് എടുത്തേക്കുന്നത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് ക്യൂ ഇസഡ് ഈക്വൽ ടു 0 എന്നുള്ള ഫസ്റ്റ് പി ഡി.
അപ്പോൾ ഈ രണ്ട് പി ഡി വെച്ചിട്ട് നമ്മൾ രണ്ടും കോമ്പാറ്റബിൾ ആണ്. ചാപ്റ്റർസ് ഇക്വേഷൻസ് മെത്തേഡിൽ നമ്മൾ പറയുന്ന ചാപ്റ്റർസ് ഓക്സിലറി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ പി ഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും കോമ്പാറ്റബിൾ ആണ്. ഇപ്പോൾ കോമ്പാറ്റബിൾ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് അത് രണ്ടും. അപ്പോൾ നമ്മൾ അവിടുന്ന് പിയും ക്യൂവും കണ്ടുപിടിച്ചിട്ട് ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ, അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ നമ്മൾ ഇക്വേഷൻ 2-വിനകത്ത് 2 എന്ന് പറയുന്ന ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് പകരം നമ്മൾ ഇക്വേഷൻ 1-ൽ എ സ്ക്വയർ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഇസഡ് നേടി, വിച്ച് ഇംപ്ലൈസ് ക്യൂ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ വൈ ബൈ ഇസഡ് നേടി. ഇവിടെ നമ്മൾ പിനെയും ക്യൂവിനെ എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെയും ടേംസിൽ മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് എ സ്ക്വയർ വൈ ബൈ ഇസഡ് കിട്ടി, വിച്ച് ഇംപ്ലൈസ് പി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എന്ത് വരും, എ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ. അപ്പോൾ പി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ആണ്. ഇക്വേഷൻ 2 ഇംപ്ലൈസ് പി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ. ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, ഇനി പി കണ്ടുപിടിക്കാൻ പോവാം. ഇക്വേഷൻ 2-വിനകത്തുനിന്ന് പി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ നമുക്ക് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ്, ഇനി ഇവിടുത്തെ ക്യൂവിന് വരെ നമുക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ സ്ക്വയർ വൈ ബൈ ഇസഡ്. അപ്പം ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, എ റൈസ് ടു 4 ഇൻറ്റു വൈ സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ എന്ന് വരും. ക്യൂ ആണ് എ സ്ക്വയർ വൈ ബൈ ഇസഡ്. അപ്പോൾ ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ റൈസ് ടു 4 ഇൻറ്റു വൈ സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഇസഡ് സ്ക്വയർ മൈനസ് എ റൈസ് ടു 4 ഇൻറ്റു വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ വന്നു. ഇവിടെ നമുക്കൊരു എ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ പി ആയിട്ട് നമുക്ക് കിട്ടിയത് ഇതിനകത്ത് എക്സും വൈയും ഇസഡും മാത്രമേ ഉള്ളൂ. പിന്നെ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ പിയും ക്യൂ ഒന്നും വരുന്നില്ല. അപ്പോൾ പിന്ന് നമുക്ക് എക്സിലും വൈയിലും ഇസഡിലും ഉള്ളൊരു ഇക്വേഷൻ ആയിട്ട് കിട്ടി. അപ്പോൾ പി സ്ക്വയർ ആണ് നമുക്ക് എങ്ങനെ കിട്ടിയത്, എ സ്ക്വയർ ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ പി എടുക്കുമ്പം സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും, പി ഈക്വൽ ടു എ ബൈ ഇസഡ് ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. റൂട്ടിന് പകരം ഹോൾ റേസ് ടു, ഇത് റേസ് ടു 1/2 ആട്ടോ, ഇൻറ്റു 1/2 അല്ല, റേസ് ടു 1/2. അപ്പോൾ റേസ് ടു 1/2 എന്ന് കിട്ടി. നൗ ദ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ഡി ഇസഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. അപ്പോൾ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയുടെ സൊല്യൂഷൻ, പിന്നെ നമ്മൾ പിയും ക്യൂവും ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് കണ്ടുപിടിച്ചു. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതാ, എഫും ജിയും രണ്ട് ഇക്വേഷൻസും കോമ്പാറ്റബിൾ ആയിട്ട് കിട്ടി. പിയും ക്യൂവും നമ്മൾ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെയും ടേംസിൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ സൊല്യൂഷൻ ഇസ് ഗിവൺ ബൈ ഡി ഇസഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഇപ്പോൾ ഇക്വേഷന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിക്കും ക്യൂവിനും പകരം നമ്മൾ ഇപ്പോൾ കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ഡി ഇസഡ് ഈക്വൽ ടു പിക്ക് പകരം എ ബൈ ഇസഡ് ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ എന്നുള്ള വാല്യൂ കൊടുത്തു. എ ബൈ ഇസഡ് ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് ക്യൂ ആയിട്ട് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എ സ്ക്വയർ വൈ ബൈ ഇസഡ് ആയിരുന്നു നമുക്ക് ക്യൂ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പ്ലസ് എ സ്ക്വയർ വൈ ബൈ ഇസഡ് ഡി വൈ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇത് നമ്മൾ ത്രൂ ഔട്ട് ഇസഡ് വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും, ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇവിടുത്തെ ഇസഡ് ക്യാൻസൽ ആയിപ്പോയി, ഇസഡ് എ ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ വന്നു ഡി എക്സ് പ്ലസ് ഇവിടെ എ സ്ക്വയർ വൈ ബൈ ഇസഡ് ഡി വൈ എന്ന് കിട്ടി. ദാറ്റ് ഈസ് സോറി എ സ്ക്വയർ ബൈ ഡി വൈ എന്ന് കിട്ടി. ഇസഡ് പോയി, ഇത് ഈ സ്റ്റെപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ത്രൂ ഔട്ട് ഇസഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എ സ്ക്വയർ വൈ ഇൻറ്റു ഡി വൈ എന്ന് കിട്ടി. ഇനി എ സ്ക്വയർ വൈ ഇൻറ്റു ഡി വൈനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും, ഇസഡ് ഡി ഇസഡ് മൈനസ് എ സ്ക്വയർ വൈ ഡി വൈ ഈക്വൽ ടു എ ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ടി എക്സ് എന്ന് വന്നു. ദാറ്റ് ഈസ് ഇസഡ് ഡി ഇസഡ് മൈനസ് എ സ്ക്വയർ വൈ ഡി വൈ ഈ റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും, ഇസഡ് ഡി ഇസഡ് മൈനസ് എ സ്ക്വയർ വൈ ഡി വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എ ഇൻറ്റു ഡി എക്സ് എന്ന് വന്നു. ദാറ്റ് ഈസ് ഇനി നമ്മൾ 2 വെച്ച് ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വാല്യൂന് ചേഞ്ച് ഇല്ല. അപ്പോൾ എന്ത് വരും, 2 ഇൻറ്റു ഇസഡ് ഡി ഇസഡ് മൈനസ് എ സ്ക്വയർ വൈ ഡി വൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എ ഡി എക്സ് എന്ന് കിട്ടി. ഇത് നമുക്കറിയാം ഡി ഓഫ് റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ എന്താ വരിക, 1/2 റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു 2z ഡി ഇസഡ് മൈനസ് 2 എ സ്ക്വയർ വൈ ഡി വൈ എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇതാണ് ഈ കിടക്കുന്നത്. അതായത് ഡി ഓഫ് റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ നമ്മൾ എടുത്താൽ കിട്ടുന്നത് 1/2 റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു എന്ത് വരും, 2z ഡി ഇസഡ് മൈനസ് 2 എ സ്ക്വയർ വൈ ഡി വൈ എന്ന് കിട്ടും. ആ 2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 2 ഇൻറ്റു ഇസഡ് ഡി ഇസഡ് മൈനസ് എ സ്ക്വയർ വൈ ഡി വൈ ബൈ 2 റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഡി ഓഫ് റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ.
ഈ ലെഫ്റ്റ് സൈഡിനെ നമുക്ക് ഡി ഓഫ് റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് ഈക്വൽ ടു എ ഡി എക്സ് നടക്കുന്നത്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി ഓഫ് റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ വരും. റൈറ്റ് സൈഡ് എ ഡി എക്സിൻ്റെ ഇൻറ്റഗ്രൽ എ എക്സ് പ്ലസ് എം കോൺസ്റ്റൻറ്റ് ബി എന്ന് നമ്മളെടുത്തു. അപ്പോൾ റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് കിട്ടി. ദാറ്റ് ഈസ് റൂട്ട് കളയാൻ വേണ്ടി രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്ത് വരും? ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്.